ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ബന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അതെ, മസ്ക ബന്നും ഇറാനി ചായയും ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ. അപ്പം നമ്മൾ ഉണ്ടാക്കാതിരുന്നത് എങ്ങനെ? ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 3 ബന്നാണ് എടുത്തേക്കുന്നത്. ഇത് ഇലൈറ്റിൻ്റെ ബണ്ണാണ്, അത്യാവശ്യം സോഫ്റ്റാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട്, ഇത് ഓപ്ഷണലാണ് കേട്ടോ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ബട്ടറിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സത്യമായിട്ടും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. നോക്കിക്കേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമായിരുന്നു. നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്യാം കേട്ടോ. ചായക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നല്ല രീതിക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് കടുപ്പത്തിന് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിനിപ്പം നന്നായിട്ട് കടുപ്പം വേണം, എന്നാലും നമ്മൾ പാലും കൂടെ ഒഴിക്കുമ്പോൾ കറക്റ്റ് അതിൽ വരത്തോളൂ. ഞാൻ ഇപ്പോൾ നല്ല കടുപ്പമുള്ള 3 സ്പൂൺ തേയില ആട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അത് എന്തായാലും ഒന്ന് തിളയ്ക്കട്ടെ, നമുക്ക് അപ്പോഴത്തേക്കിന് ക്രീം റെഡിയാക്കാം. ഞാനൊരു പീസായിട്ടുള്ള ബട്ടർ എടുത്തേക്കുന്ന, അതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, ഒത്തിരി കൂടി പോവരുത്, അതപ്പം വെള്ളം പോലെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. മധുരം അനുസരിച്ച് നമുക്കിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാട്ടോ. തണുപ്പാണെങ്കിൽ നല്ല പാടായിരിക്കും. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ദേ നമ്മുടെ കട്ടൻ പോലത്തെ ഒരു സാധനം, കട്ടൻ തന്നെയാണ്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഒരു 3 കപ്പ് വെച്ചത് ഒരു 2 കപ്പോളം ആവണം, അത്രയ്ക്ക് തിളയ്ക്കണം. ഇനി ഞാൻ 2.5 കപ്പ് പാൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ചിലർ ഇതിൽ പഞ്ചസാര ചേർക്കാറുണ്ട്, വാനില എസൻസ് ചേർക്കാറുണ്ട്. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. ഇത് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബന്നിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ആ ക്രീം തേച്ച് കൊടുക്കുക. ആ ക്രീം വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ബന്ന് ചൂടാക്കുന്ന നിങ്ങൾക്ക് വെറും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയാൽ മതി, അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. 4 ബന്നുള്ള പാക്കറ്റായിരുന്നു. ഞാൻ ഒരെണ്ണം അല്ലാതെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. നമുക്കിനി ഈ ചുറ്റിനും ഒന്ന് ആ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാമേ. ഞാൻ അപ്പോൾ വിചാരിച്ചു, നമ്മൾ ബ്രെഡിൻ്റെ കൂടെയും ഈ ബന്നിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ചുമ്മാ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റ് ഐറ്റമാണ്. ഇനി നമുക്ക് ചായ ഒന്ന് സെർവ് ചെയ്താലോ. അതിലേക്ക് കാൽ ഭാഗവും ഇല്ല, അതിൽ കുറച്ചേ ഉള്ളൂ, ആ തേയില വെള്ളം ഒഴിക്കുക. അതിലേക്ക് ചൂടായിട്ട് ആ പാലൊഴിച്ച് കൊടുക്കുക. പാലിൻ്റെ മധുരമൊക്കെ ശ്രദ്ധിച്ചാണ്. ഇനി നമുക്കിതിൻ്റെ റിവ്യൂവും കൂടെ കേൾക്കാം. നല്ല സോഫ്റ്റ് ചായയാണ്, നല്ല സോഫ്റ്റ് മസ്ക ബണ്ണാണ്. നന്നായിട്ട് മുക്കി കഴിക്കുക കേട്ടോ. അടിപൊളിയാണ്, മസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.